ബിഗ് ബോസ് ഇവന്റെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് വാങ്ങി വെക്കണം. കാരണം നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. നിനക്ക് എന്തരേ മൊടേരാസോ പോടേ. ഇട്ടിരിക്കുന്ന ഡ്രസ് അടക്കം വരെ ബിഗ് ബോസ് വാങ്ങണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്കും വിത്തോട്ടാ ഇഷ്ടം. ഈ ചൂടുകാലത്ത് വിത്തോട്ടാണ് സാർ നല്ലല്ലേ. ചതിയനാണ്, ഒളിപ്പിച്ചു വെച്ചേക്കാണ് ബിഗ് ബോസ്. താൻ കള്ളനാണെന്ന് ഇയാള് വീണ്ടും പറയുന്നത്. അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ? നിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കണം അവിടെ. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സിലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. മണ്ടറാണ് നീ. അതെങ്ങനെ മനസ്സിലായി? മണ്ടൻ നിന്റെ വീട്ടിലുള്ളവര്. നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. നിന്നെ പോലെ ഒരു തിരുമണ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനോ? പിന്നെ ഞാനാ. ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ളതാ. ഇവിടെ വേറെ ആൾക്കാരെ ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. അതേതോടല്ല നിന്നൊക്കെ ഫുള്ളാക്കിയിട്ട് ഞാൻ സാധനം ഇവിടെ മാറ്റി വെച്ചു. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്. ശക്തിയല്ല, ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില. നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും കൊടുക്ക്. അരണ്ട് ഇദ്ദേഹം ഷഡ്ഡിയിട്ട് നടക്കണോ? ഇതിനേക്കാളും വലിയ വാദക്കാരനാണല്ലോ ഗുമസ്തൻ. ഇവരെല്ലാവരും കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ അത് തന്നെ